from Jyoti Engineering College. My teammates Anna Jobi, Lidhi Varghese, Melinda Sunny, and guided by Jinesh K. Jose. ഇത് ഒരു ഐബോൾ കൺട്രോൾ വീൽ ചെയർ യൂസിങ് റാസ്ബെറി പൈ വിത്ത് എ ഹോം ഓട്ടോമേഷൻ സിസ്റ്റമാണ്. ഈ ഐബോൾ കൺട്രോൾ വീൽ ചെയർ എന്ന് പറയുന്നത് ഒരു പാരലൈസ് ചെയ്ത് കിടക്കുന്ന പേഷ്യൻറ്റിന് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു വീൽ ചെയറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സെൽഫായിട്ട് ഈ വീൽ ചെയർ ആ പേഷ്യൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ബൈ യൂസിങ് അയാളുടെ ഐബോൾ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഈ വീൽ ചെയർ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വീൽ ചെയർ ഒന്ന് മൂവ് ചെയ്താൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് വീൽ ചെയർ മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാം. അതേപോലെ തന്നെ ഫോർവേഡ് ഡയറക്ഷനും നോക്കുകയാണെങ്കിൽ നമുക്ക് വീൽ ചെയർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് മോഡൽ. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സ്റ്റോപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഹോം ഓട്ടോമേഷൻ സെക്ഷൻ. അതായത് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ അയാൾക്ക് ആ റൂമിലത്തെ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഹെഡ് ഗിയർ ഇവിടെ ഫിറ്റ് ചെയ്തതിനനുസരിച്ച് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഹെഡ് ടിൽറ്റുകയാണെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ആകും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും. ഇതൊരു മോഡൽ ആയതുകൊണ്ട് ഒരു ബൾബ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഫുൾ റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് യൂസ് ചെയ്തിരിക്കുന്നത് ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വയർലെസ് ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ട്. അത് ഈ വീൽ ചെയറിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു ആക്സിലറോമീറ്റർ ഉണ്ട്. ആക്സിലറോമീറ്റർ വെച്ചിട്ടാണ് ഈ ഹെഡ് ടിൽറ്റിൻ്റെ മെഷർ ചെയ്യണത്. അത് ഈ വയർലെസ് ട്രാൻസ്മിറ്റർ സിഗ്ബി വെച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് സ്വിച്ച് ബോർഡിലൊക്കെ നമ്മളൊരു വയർലെസ് റിസീവർ വെച്ചിട്ടുണ്ട്. ഒരു സിഗ്ബി തന്നെ അവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് ആ ട്രാൻസ്മിഷൻ നടക്കും. ഇനി വീൽ ചെയർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഈ ഹെഡ് ഗിയറിൽ തന്നെ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ വഴി പിക്ചേഴ്സ് എടുത്തുകൊണ്ടേയിരിക്കും. അതൊരു വീഡിയോ ആയിട്ടാണ് പിക്ചേഴ്സ് എടുക്കുന്നത്. ഈ പിക്ചേഴ്സ് നമ്മൾ റാസ്ബെറി പൈയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ റാസ്ബെറി പൈയിൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഈ ഇമേജ് പ്രോസസ്സിംഗ് വഴി വരുന്ന സിഗ്നൽസ് ആണ് ഈ DC മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ലെഫ്റ്റ് റൈറ്റ് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കും.